നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? എന്നാൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ സദാസമയം ഗൂഗിളിലാണോ സെർച്ച് ആവുന്നത്? നമ്മളെല്ലാവരും ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് തന്നെ സെർച്ച് ചെയ്താലും, ഇപ്പോൾ ഞാൻ മോഹൻലാലെന്ന് ജസ്റ്റ് നേരത്തെ സെർച്ച് ചെയ്തതാണ്, നമ്മൾ എന്ത് തന്നെ സെർച്ച് ചെയ്താലും അത് ഗൂഗിളിൽ തന്നെയാണ് സെർച്ച് ആവുന്നത്. എന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ഗൂഗിളിൽ നിന്ന് എന്ത് തന്നെ സെർച്ച് ചെയ്താലും ഗൂഗിൾ അത് കാലാകാലം ഓർത്ത് വയ്ക്കുന്നുണ്ട്. പലവർക്കും അതറിയില്ല. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലോട്ടും ഗൂഗിൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ കാണിക്കാൻ തുടങ്ങും. അങ്ങനത്തെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും ഇതുവഴി, ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ വഴി. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സെർച്ച് എൻജിൻ പരിചയപ്പെടുത്തി തരാം. ഈ സെർച്ച് എൻജിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് മാത്രമേ അത് അറിയാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ആ സെർച്ച് എൻജിൻ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലും ആ സെർച്ച് എൻജിൻ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യം ഗൂഗിളിനെ പോലെ ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വയ്ക്കണം. അപ്പോൾ ഏതാണ് ആ സെർച്ച് എൻജിൻ, എങ്ങനെയാണ് സെർച്ച് എൻജിൻ മാറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു MK Joys യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഏത് സെർച്ച് എൻജിനാണെന്ന് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും നമ്മളെ ഗൂഗിൾ ക്രോം കാണാൻ സാധിക്കുന്നത്. ഈ സെർച്ച് എൻജിൻ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ കാണിക്കുന്ന ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ കാണിക്കത്തില്ല, അത് ഓർത്ത് വെക്കത്തില്ല. പക്ഷേ ഗൂഗിളിനെ പോലെ അത്രയ്ക്ക് മികച്ച ഒരു സെർച്ച് എൻജിൻ അല്ല. ഗൂഗിളിനെ പോലെ അത്രയ്ക്ക് മികച്ച സെർച്ച് എൻജിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ആ സെർച്ച് എൻജിനും ഉണ്ട്. ഈ ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് തന്നെ ആ സെർച്ച് എൻജിനോട്ട് മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇല്ല, നിങ്ങൾക്കിനി ഗൂഗിൾ തന്നെ സെർച്ച് എൻജിനായിട്ട് വെച്ചാൽ മതി. അങ്ങനത്തെ സീക്രട്ട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ മാത്രം ഈ ഞാൻ പറയുന്ന സെർച്ച് എൻജിൻ മതി എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഓപ്ഷനും കൂടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സെർച്ച് എൻജിൻ മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ക്രോമിൽ നിന്ന് മാറ്റണം നോക്കാം. അതിനായിട്ട് ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, ശേഷം സെർച്ച് എൻജിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് എല്ലാവരുടെ ഫോണിലും ആദ്യം കിടക്കുന്ന ഗൂഗിളിൽ നിന്നായിരിക്കും കിടക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ DuckDuckGoയിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ സെർച്ച് എൻജിൻ എന്ന് പറയുന്നത്. ഇതുവരെയാണ് നിങ്ങൾ ഇങ്ങനത്തെ വക കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതില്ല. നമ്മൾ സെർച്ച് ചെയ്യുന്നത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ സെർച്ച് എൻജിന് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർച്ച് എൻജിൻ ആർക്കും തന്നെ നമ്മളെ സെർച്ച് ഹിസ്റ്ററി ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു പരസ്യത്തിനും അത് സെയിൽ ചെയ്ത് കൊടുക്കുന്നതുമില്ല. ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ വലുതാണ്. പ്രയോജനം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് ഇനി ഫോണിൽ വരത്തില്ല. ഇതുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പല പ്രയോജനങ്ങളും ഉണ്ട്. ഇനി നമുക്ക് സെർച്ച് എൻജിൻ ഗൂഗിൾ തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ തന്നെ സെലക്ട് ചെയ്യാം. ഇങ്ങനത്തെ നമുക്ക് ആരും അറിയണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രം ഞാൻ പറഞ്ഞ സെർച്ച് എൻജിൻ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടും നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാനും പറ്റും. ഞാൻ ഈ കാണിച്ചതുപോലെ അതെങ്ങനെയെന്ന് പറഞ്ഞു തരാം. നമുക്ക് അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണെന്ന്. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിലെ സെർച്ച് എൻജിൻ എടുത്തിട്ട് DuckDuckGo എന്ന് സെർച്ച് ചെയ്യുക. DuckDuckGo.
ഞാൻ ഡഗ്ഡഗോ എന്ന് സെർച്ച് ചെയ്യാണ്. നിങ്ങൾക്ക് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഈ ഡഗ്ഡഗോ ആപ്ലിക്കേഷനും ഉണ്ട്. അല്ലാതെ തന്നെ നമുക്കിങ്ങനെ സെർച്ച് ചെയ്യാനും സാധിക്കും. വളരെ നല്ലൊരു സെർച്ച് എൻജിനാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി അടിച്ചു നോക്കാവുന്നതാണ്. ഇതിലോട്ട് മാറ്റുന്നതിനുള്ള ഗുണം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഡഗ്ഡഗോയുടെ ആദ്യത്തെ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരും. ഈ വെബ്സൈറ്റിൽ നമുക്ക് എന്ത് വേണോ ടൈപ്പ് ചെയ്യാം. ആരും തന്നെ അറിയാൻ പോകുന്നില്ല. നമുക്കിപ്പോൾ എന്ത് വേണോ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. വെറുതെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്തോ സെർച്ച് ചെയ്തതാണ്. അപ്പോൾ ഗൂഗിള് എൻജിൻ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. എന്നാലും ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഡഗ്ഡഗോ എന്ന് പറയുന്ന എൻജിൻ തന്നെയാണ്. കാരണം ഇതിൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ അത്രയും ഇതൊന്നും ഒരിക്കലും എത്തൂല. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ഈ ഡഗ്ഡഗോയിലോട്ട് ഈ സെർച്ച് എൻജിൻ മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മാത്രം ഞാൻ ഈ കാണിച്ചിരുന്ന വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് വളരെ സേഫായിട്ട് തന്നെ ബ്രൗസ് ചെയ്യാൻ പറ്റും. കഴിയുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാതിരിക്കുക. നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഈ സെർച്ച് എൻജിൻ യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.